ഏവർക്കും എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ടാക്സി വാഹനം അന്യ സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റ് ടാക്സ് കൂടാതെ ഗ്രീൻ ടാക്സ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം പരിവാഹൻ സൈറ്റിലേക്ക് പ്രവേശിക്കാനായി പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ഓൺലൈൻ സർവീസസ് എന്നുള്ള ടാബിന് താഴെയായി ചെക്ക് പോസ്റ്റ് ടാക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ടാക്സ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ സെലക്ട് വിസിറ്റിംഗ് സ്റ്റേറ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് നിന്നും വാഹനം ഏത് സംസ്ഥാനത്തേക്കാണോ യാത്ര ചെയ്യുന്നത് ആ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. സർവീസ് നെയിം എന്നുള്ള സ്ഥലത്ത് വെഹിക്കിൾ ടാക്സ് കളക്ഷൻ എന്നുള്ളതും തിരഞ്ഞെടുക്കുക. ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യത്തെ ബോക്സിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി താഴേക്ക് ഫില്ലായി വരുന്നത് കാണാം. ചേസിസ് നമ്പർ മറ്റുള്ള വിവരങ്ങളെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ ഡ്രൈവറുടെ അല്ലെങ്കിൽ ഓണറുടെ നമ്പർ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പേജിൽ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ടാക്സ് മോഡ് എന്നുള്ള ആ ഒരു ബോക്സിന് താഴെയായി വീക്കിലി, മന്ത്ലി, ക്വാർട്ടർലി എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് അത് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം ഏത് RTO വഴിയാണ് നിങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഏത് RTOയിലാണ് നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ടാക്സ് ഫ്രം എന്നുള്ളത് ഏത് ദിവസം മുതലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. ടാക്സ് അപ് ടു എന്നുള്ളത് അവിടെ നിങ്ങൾ ക്വാർട്ടർലി, വീക്കിലി ഏതാണോ തിരഞ്ഞെടുത്തത് അതിനനുസരിച്ച് അപ് ടു ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായി വരും. അതിനുശേഷം ഏത് ചെക്ക് പോസ്റ്റിലൂടെയാണ് നിങ്ങൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെക്ക് പോസ്റ്റ് നെയിം തിരഞ്ഞെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി കാണുന്ന കാൽക്കുലേറ്റ് ടാക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടതെന്ന് അവിടെ വരുന്നതായി കാണാം. ഈ ഒരു വണ്ടിക്ക് ഗ്രീൻ ടാക്സ് തീരാറായതുകൊണ്ടാണ് ഈ 750 രൂപ ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രീൻ ടാക്സ് ഇങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ചെക്ക് പോസ്റ്റ് ടാക്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഗ്രീൻ ടാക്സ് ഓൾറെഡി പേ ചെയ്തവരാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഗ്രീൻ ടാക്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ ആ 750 രൂപ അവിടെ കാണിക്കില്ല. അതിനുശേഷം പേ ടാക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ള സ്ഥലത്ത് കാനറ ബാങ്ക് ആയിരിക്കും തമിഴ്നാടിനുണ്ടാവുക. അത് സെലക്ട് ചെയ്ത് ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ പേജിൽ ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അവിടെ പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാക്സ് റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇങ്ങനെയാണ് നമ്മൾ അന്യ സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചാനലിലെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.